ഞാൻ 1 മുതൽ 10 വരെ പഠിച്ചത് തായ്നേരി സ്കൂളിലാണ്. ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ പെരുന്നാളിന്റെ ടൈം ആകുമ്പോൾ നമ്മളെ ക്ലാസിന്റെ ടൈമിൽ മൊത്തത്തിൽ അങ്ങ് മാറും. പൊതുവെ 4 മണിക്ക് തീരുന്ന ക്ലാസ് ഈ സമയങ്ങളിൽ 2 മണിക്ക് തീരും. അപ്പൊ പിന്നെ പെരുന്നാളിന്റെ കാര്യം പറയണ്ടല്ലോ, ഏതോ വീട്ടിൽ പോണെന്ന് കൺഫ്യൂഷൻ ആയി. പക്ഷെ കുഞ്ഞു പത്തിരി അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്റെ അമ്മേന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയായിരുന്നു. പറഞ്ഞ പോരാ, പെരുത്ത് ഇഷ്ടായി. അപ്പൊ പിന്നെ നമുക്ക് അങ്ങ് ഉണ്ടാക്കാല്ലേ. ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞപ്പൊടി, പറങ്ങിപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഈ കാണുന്ന പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് പെരക്കി വെക്കാം. എന്നിട്ട് കുക്കറിലിട്ടിട്ട് 1-2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തേങ്ങയിലേക്ക് പെരിഞ്ചീരകവും ഉള്ളി ഇട്ടിട്ടൊന്ന് അരച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ നൈസ് ആയിട്ടുള്ള അരിപ്പൊടി ഇല്ലേ, അതിലേക്ക് ഈ തേങ്ങയെന്ന് കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാട്ടാ. എന്നിട്ട് ഇതാ ഉണ്ടകളാക്കി ഇതിന്റെ നടുക്ക് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും മിണ്ടാൻ ഒരാൾ ഒപ്പരിലുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചെയ്ത് തീർക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഉള്ളി മൂപ്പിച്ചതിന് ശേഷം നമ്മളെ ചിക്കനും അതുപോലെ തന്നെ നേരത്തെ അരച്ചു വെച്ച തേങ്ങേന്റെ ബാക്കി ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മേലെ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നും ഇല്ല കേട്ടാ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കുഞ്ഞിപ്പത്തിരിയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് കുറച്ചു നേരം അടിച്ചു വെച്ചാല് ആ ചിക്കനും നമ്മളെ പത്തിരി ഇങ്ങനെ കുറുകി വരും. എന്തൊരു ടേസ്റ്റാന്നറിയാ. ഇത് ഇപ്പൊ തന്നെ തിന്നുന്നതിനേക്കാളും നല്ലത് കുറച്ചേരം ഒന്ന് ഇരുന്നിട്ട് തിന്നുന്നതാ. അമ്മ ഇരുന്നിട്ടല്ല, ആ സംഭവം കുറച്ചേരം ആടെ വെച്ചിട്ട് കുറച്ച് മിനിറ്റ് എടുത്ത് തിന്നുന്നത്. അല്ല, നിർബന്ധമില്ല, ക്ഷമയുള്ളവര് മാത്രം ചെയ്താൽ മതി. ക്ഷമ ഒട്ടുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ എടുത്ത് തിന്നോ. ട്രൈ ചെയ്ത് നോക്കിക്കോ. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.